ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലർക്കൊന്നും ഇത് ചോർക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് ഉപ്പിലിട്ടതും അച്ചാറും. ആ കൂട്ടത്തിൽ പെട്ട തന്നെയാണ് ഞാനും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഉപ്പിലിട്ട ബീട്രൂട്ടും പിന്നെ ചീരമുളകും പിന്നെ അച്ചാർ ഇടുന്നത് ബീട്രൂട്ടും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാണ്. അടുത്തത് നമുക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം ഉലുവ, ജീരകം, കടുക് ഇതൊന്ന് വറുത്ത് കോരി മാറ്റി. ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. പിന്നെ അടുത്തത് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇത് ഒക്കെ എന്നിട്ട് മൂപ്പിച്ചെടുത്ത് അങ്ങനെ മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മിക്സാക്കി. അതിൻ്റെ ഈ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിക്കൊണ്ടിരുന്നത്. അടുത്തത് അതിക്കിടാൻ പോണത് ബീട്രൂട്ടാണ്. അങ്ങനെ ബീട്രൂട്ടും ഇതേപോലെ തന്നെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി. എന്നിട്ട് അതിക്ക് ഉപ്പ്, മുളക്, പിന്നെ കായം, അച്ചാറും പൊടി ഇതൊക്കെ ഇട്ടാണ്ട് ഒന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അതും മിക്സാക്കി. അതിന് ശേഷം അതിക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചാണ്ട് പിന്നെയും മിക്സാക്കി ഒന്ന് കുറുക്കി വരുന്ന വരെ വെയിറ്റ് ചെയ്ത്. ഇപ്പം നമ്മളെ അച്ചാർ റെഡിയായി. ഇനി അതിക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയതുണ്ടല്ലോ അത് നമുക്കൊന്ന് പൊടിച്ച് കണ്ട് അതിക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ അച്ചാറിൻ്റെ പണി. അതിന് നമുക്കൊരു കണ്ടെയ്നർക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ കണ്ടെയ്നറിൽ നമ്മൾ തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നാലേ പൂപ്പലിട്ടാൽ നമുക്ക് കുറേ കാലം നീണ്ടു നിൽക്കുള്ളൂ. അടുത്ത് നമുക്ക് കാന്താരി മുളക് ഉപ്പിലിടാം. അപ്പോൾ ഉപ്പിലിട്ടണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ അതിക്ക് കാന്താരി മുളക് ഇട്ടു, അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. അതിന് ശേഷം അതിൻ്റെ പകുതി മുക്കാൽ ഭാഗം ഞാൻ സുർക്ക ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. പോരായ്മകൾ എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത ലോങ് വീഡിയോയിൽ ഞാനത് റെഡിയാക്കിക്കൊണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെളുത്തുള്ളിൻ്റെ അച്ചാറാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ മുളക് ഇട്ടൊന്ന് വഴറ്റി. അതിക്ക് പിന്നെ നേരെ വെളുത്തുള്ളി ഇട്ടു. അതിക്ക് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി. പിന്നെ അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അച്ചാർ പൊടി അതിക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അച്ചാറിൻ്റെ പൊടി ഒന്ന് അതിക്ക് നല്ലോണം യോജിപ്പിച്ച് മിക്സാക്കി കൊടുത്തു. അന്ന് മൂത്ത് വരുന്ന വരെ നമ്മൾ മിക്സാക്കി ഒന്ന് കുറച്ച് നേരം വെക്കുക. പിന്നെ അതിക്ക് സുർക്ക ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അതിനപ്പോൾ നമ്മളെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു കണ്ടെയ്നർക്ക് മാറ്റാം. അങ്ങനെ ഞാനത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.